സൂപ്പർ സാറാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങളിപ്പോൾ കീം എൻട്രൻസ് എഴുതി നിൽക്കുകയാണ്, റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുകയാണ്, എത്ര റാങ്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ജിജ്ഞാസയുണ്ട്, വ്യഗ്രത, എന്തുവാ എളുപ്പം അറിയണം എന്നുള്ള ആ ആഗ്രഹം. എന്തിനാണ് അത് അറിയുന്നത്? ഏറ്റവും ടോപ്പായി എല്ലാവരുടെ മുന്നിൽ വരിക, അല്ലെങ്കിൽ ഒരു പത്രത്തിൽ ഫോട്ടോ വരിക എന്നുള്ളതല്ല. അവരുടെ ലക്ഷ്യം നല്ലൊരു കോളേജ്, നല്ലൊരു കോഴ്സ്, അതുതന്നെയാവണം ലക്ഷ്യം. അതിൻ്റെ ഒരു പ്രൂഫാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ പറയാം. നമ്മൾ ഒരു കോളേജിൽ കയറി നമ്മൾ കോഴ്സ് പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നല്ലൊരു ജോലി കിട്ടാനാണ്. ഈ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലരുടെയും സാലറി വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഈ സാലറി ഏറ്റവും നല്ല രീതിയിൽ കൂടെ കിട്ടുകയും നല്ല കോളേജ് കിട്ടി പാസ്സാവുകയും ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞെങ്കിലല്ലേ പ്രയോജനമുള്ളൂ. അല്ലാതെ നമ്മൾ ഇതൊന്നും അറിയാതെ എങ്ങനെയോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിച്ച് ഇറങ്ങി വീട്ടിൽ നിന്നിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനമില്ല അല്ലേ. അപ്പോൾ ഏറ്റവും അതിനെക്കുറിച്ച് നിങ്ങളിലോട്ടൊന്ന് എത്തിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ഏറ്റവും നല്ല കോളേജിനെ സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല ബ്രാഞ്ച് സെലക്ട് ചെയ്യുക, എങ്ങനെ വേണം ഇപ്പോഴത്തെ രീതിയിൽ കൂടെ പഠിക്കാൻ, ഏത് രീതിയിൽ കൂടെ പഠിച്ച് പാസ്സായാലാണ് ജോലി കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ വർഷത്തെ മീൻസ് 2024 ബിടെക്കിൻ്റെ പരീക്ഷാ ഫലമൊക്കെ എത്തി, അത് വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രയോജനം ചെയ്യും. നിങ്ങൾക്കിനിയും ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്തായാലും നിങ്ങൾ കോളേജിനെ സെലക്ട് ചെയ്യുന്നതും കോഴ്സിനെ സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു രൂപം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. മാക്സിമം ആൾക്കാരോട് ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ ഡേറ്റാസുകൾ എനിക്ക് തോന്നുന്നില്ല എല്ലായിടത്തും ഇങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മളിത് ഒന്ന് കുറച്ച് എടുത്ത് നിങ്ങളിലോട്ട് എത്തിക്കുകയാണ്. ഇത്തിരി നേരം ഒന്ന് വർക്ക് ചെയ്ത്. ഓക്കെ, നമ്മുടെ ടോട്ടൽ എഞ്ചിനീയറിംഗ് കോളേജസ് മീൻസ് കേരളത്തിൽ ഇപ്പോൾ എക്സാമിന് യോഗ്യരായിട്ടുള്ളവർ 128 ഓക്കെ, 128 കോളേജസുകളാണ് ബിടെക്കിൻ്റെ എക്സാമിന് വേണ്ടി മീൻസ് ഇപ്പോൾ പാസ് ഔട്ടായ കോളേജസുകളിലാണ് 128 ടോട്ടൽ. ഓക്കെ, അതിനകത്ത് ഏകദേശം ടോട്ടൽ സ്റ്റുഡൻസ് 27,000 പേരാണ് ഇപ്പോൾ എക്സാമിന് എഴുതിയത്. ഓക്കെ, 27,000 സ്റ്റുഡൻസാണ് എഴുതി കഴിഞ്ഞത്. ഇതിനുള്ളിൽ പാസ്സായവരുടെ എണ്ണം അതാണല്ലോ അറിഞ്ഞിരിക്കേണ്ടത് ഇല്ലയോ. നമ്മൾ ഏത് കോഴ്സിന് പോയാലും അവിടെ സക്സസ് ആവുന്നതിൻ്റെ റേറ്റാണ് നമുക്കറിയേണ്ടത് അല്ലേ വേണ്ടത്. എന്തായാലും നമ്മളൊരു പരീക്ഷ എഴുതി 80-ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം. +2 അതായിരുന്നല്ലോ. ഇവിടെ അതുപോലെ തന്നെ എത്ര പേര് പാസ്സായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടും. 14,319 പേരാണ് പാസ്സായത്. 14,300. അയ്യോ, അപ്പോൾ ഇത്രയും പേര് പോയി 4 വർഷം കഷ്ടപ്പെട്ടിട്ട് സംഭവിച്ചത് എന്തുവാ? അവരുടെ 4 വർഷം നഷ്ടപ്പെട്ടു, പൈസ. ഇനിയിപ്പോൾ അവർ എഴുതി പാസ്സാവുമായിരിക്കും, ബാക്കിയുള്ളവരെല്ലാം ഫെയിലായി കേട്ടോ. 27,000-ൽ 14,000 സംതിങ് ആൾക്കാർ, ഇനി 14,000 പേരെ ഏകദേശം പാസ്സായിട്ടുള്ളൂ. ബാക്കി ഏകദേശം 13,000-അടുത്ത ആൾക്കാർ തോറ്റുപോയി. പകുതിക്ക് പകുതി, 50-50 എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇനി ആ 14,000 പേര് ഇപ്പോൾ പാസ്സായവരടുത്ത് എന്തിനെങ്കിലുമൊക്കെ പോകാം. ഇവരുടെ കാര്യം എന്തുവായി? ഈ 13,000 പേരെന്ത് ചെയ്യും? വീട്ടിൽ വന്ന് ഇരുന്നിട്ട് എന്താ പ്രയോജനം? 4 വർഷം കഴിഞ്ഞതാ. എന്തുമാത്രം പ്രശ്നമായിരിക്കും ആ വീട്. നമുക്ക് ആരും കുറ്റം പറഞ്ഞതല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചാണ് ഒരു കോഴ്സിന് പോകുന്നത്. ചിലപ്പോൾ ശരിയാവാതെ വരാം. ഇതിനൊക്കെ കാരണങ്ങൾ അന്വേഷിച്ചാൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് പറയുന്നില്ല, അതിനൊന്നും സമയമില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം 53% പാസ്സായിരിക്കുന്നത് കേട്ടോ. 53. അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം ഇത് ഏതൊക്കെ കോളേജിലാണ് ഇതൊക്കെ പാസ്സാകുന്നവർ ഏറ്റവും കൂടുതൽ എന്നൊക്കെ അറിയണം. അതിനൊക്കെയാണ് നമ്മൾ ഈ വരാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, മാക്സിമം ഫുൾ കണ്ടേക്കണം. നെക്സ്റ്റ്, ലാസ്റ്റ് ഇയർ 2023 ഇത് 56 ആയിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറഞ്ഞു, ഏകദേശം ഒരു 3% കുറഞ്ഞു. ഇനി ഇതിന് മുൻപൊക്കെ ഇത്രയും പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായല്ലോ എന്നൊക്കെയുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ഒന്നുമേ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിനകത്തൊരു മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ സ്റ്റുഡൻസ് മീൻസ് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും 67.6%, മെയിൽ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നും 47.4. ഇതാണ് പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ 100 പെൺകുട്ടികളിൽ 67 പേര് അല്ലെങ്കിൽ 68 പേരും പാസ്സാവുന്നുണ്ട്. പോട്ടെ, ഒരു 32 കുട്ടികളെ തൂക്കുന്നു നോക്കാം.
ആൺകുട്ടികളാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ വേണ്ടത്. അവർ കണ്ടോ 47 വരുന്നുള്ളൂ. അപ്പോൾ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നും പാസ്സാവുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. പക്ഷേ അവരാ കൂടുതൽ പഠിക്കുന്ന എണ്ണത്തിൽ നോക്കുമ്പോൾ അവർ കൂടുതൽ പഠിക്കുന്നു, പക്ഷേ പാസ് പെർസെൻറ്റേജ് വളരെ കുറയുന്നു. പെൺകുട്ടികളുടെ എണ്ണം കുറവാണ്, പഠിക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും അവരുടെ പാസ് പെർസെൻറ്റേജ് നല്ല കൂടുതലുണ്ട്, 67 ഓക്കെ, അതും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ്. നെക്സ്റ്റ് ലാറ്ററൽ എൻട്രി വഴി അത് പിന്നെ ഉണ്ടെങ്കിൽ പോളിടെക്നിക്ക് കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്നവരുടെ അത് കുഴപ്പമില്ല, ഏകദേശം 47.4 ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ്, നമ്മളിപ്പം സ്കൂളിലൊക്കെ പഠിക്കുമ്പം പ്ലസ് നമ്മൾ പറയത്തില്ല A+ എന്നുള്ള, ഇവിടെ അത് CGPAയുടെ റേറ്റ് വെച്ചുകൊണ്ടാണ് ഒരു കുട്ടി ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. CGPA ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9, 9 കൂടുക ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം 1117 കുട്ടികളാണ് കേട്ടോ. ഇത്രയും കുട്ടികൾക്കാണ് CGPAയിൽ 9, കാരണം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത് കേട്ടോ. അപ്പം 9 കൂടുമ്പോഴത്തേക്ക് ഏകദേശം 1117 സ്റ്റുഡൻസിനാണ് ഉള്ളത്. ഇപ്പം എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇവരെ വന്നിട്ടാണ് നമ്മുടെ കമ്പനിക്കാർ ആദ്യം ഹയർ ചെയ്തുകൊണ്ട് പോകുന്നത്, അല്ലാതെ ഇതൊന്നും നോക്കാതല്ല കേട്ടോ. അവർ വരുമ്പോഴും ഏറ്റവും ടോപ്പായിട്ടുള്ളവർ, നിങ്ങളൊരു കട നടത്തുവാണെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങുന്നു, നിങ്ങളവിടെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും, മീൻസ് അവിടെ ജോലിക്ക് എടുക്കുമ്പോൾ ഏറ്റവും മോശം ആൾക്കാരെ എടുക്കുമോ? ഏറ്റവും നല്ലവരെ സെലക്ട് ചെയ്യാനല്ലേ നിങ്ങൾ ശ്രമിക്കുള്ളൂ, അതുതന്നെ അവിടെ നടക്കുന്നുള്ളൂ. അന്നേരം നിങ്ങൾക്ക് തോന്നുന്ന ജിജ്ഞാസ ഉണ്ടല്ലോ, നിങ്ങളുടെ ആവശ്യം, അതാണ് അവരും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമ്മുടെ ഇവിടുത്തെയും കോളേജസുകളിൽ ഏറ്റവും കൂടുതൽ പാസ് ഔട്ട് ആവുന്ന അല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറയാം ഗവൺമെൻറ് എയ്ഡഡ്. ഓക്കെ, അവിടെയാണ് ഏറ്റവും കൂടുതൽ പാസ്സാവുന്നതിൻ്റെ പെർസെൻറ്റേജ് ഉള്ളത്. അതും വലിയൊരു കാര്യമാണ്. ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് പക്ഷേ കുറവാണ്, പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ്. അവിടുത്തെ പാസ് പെർസെൻറ്റേജ് ഏകദേശം 75.9 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, 80% കവറായിട്ടില്ല ഇവിടുത്തെ ടോപ്പ് കോളേജസിൽ. അതാണ് ഉണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ, ഒരു സെഗ്മെൻ്റായിട്ട് നോക്കുമ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലാണ് ഏറ്റവും കൂടുതൽ. അത് സെക്കൻഡായിട്ട് നിൽക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെയാണ്. അവിടെ നമുക്ക് വരുന്നത് 71.9 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കും അല്ലെങ്കിൽ അവിടെയൊക്കെ പോകുന്നതിന് കാരണം ഏറ്റവും മീൻസ് 100-ൽ 75 കുട്ടികളും അവിടെ പഠിക്കുന്നവർ ജയിക്കുന്നുണ്ട്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാകുമ്പോൾ ഏകദേശം 9 എണ്ണം ഉണ്ട്, 100-ൽ 72 കുട്ടികളോളം പാസ്സാവുന്നുണ്ട്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ കാണും പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അങ്ങ് ജയിച്ചു പോകാം. യെസ്, ഒത്തിരി കുട്ടികൾ പഠിക്കുന്നിടത്തെത്തുമ്പോൾ നമ്മളും അതിലേക്കൂടെ അങ്ങ് പൊയ്ക്കോളും, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതും ക്ലിയറായി. നെക്സ്റ്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസുകൾ, അവിടെ അതാണ് നമ്മുടെ തേർഡ് വരുന്നത്. മറ്റുള്ള ഈ സഹകരണ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പല കോളേജസുകളും നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ഏകദേശം നമുക്ക് 59.7 ആണ് അവിടുത്തെ കേട്ടോ, 59.7. നെക്സ്റ്റ് സെൽഫ് ഫിനാൻസിങ്, നമ്മളെപ്പോഴും ഒത്തിരി കുട്ടികൾ ആശ്രയിക്കുന്നതാണ് സെൽഫ് ഫിനാൻസിങ്. 4th അവിടെ നമുക്ക് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. 43.3 ഉള്ളൂ, മീൻസ് 50-ൽ താഴെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവറേജിനേക്കാളും കുറവാണ് എന്നർത്ഥം. നമ്മുടെ 53 ആണ് നമ്മുടെ ഇപ്പോഴത്തെ ആവറേജ്, അതിലും കുറവാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പാസ്സായവരുടേത്. അപ്പോൾ നിങ്ങളത് വളരെ 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 ശ്രദ്ധിക്കണം. ഓക്കെ, മീൻസ് നിങ്ങൾ ഇത്രയേ ഉള്ളൂ, കോളേജ് മീൻസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചും ക്ലിയറായി. ഇനി നമ്മുടെ ഈ വർഷത്തെ ടോപ്പ് CGPA വന്നേക്കുന്നത് 9.95 ആണ് കേട്ടോ. 9.95 ആണ് ഏറ്റവും ടോപ്പായിട്ടുള്ള CGPA വന്നേക്കുന്നത്. അത് വന്നേക്കുന്നത് TKMൽ നിന്നാണ് കേട്ടോ, TKMൽ നിന്നുമാണ് അത് വന്നേക്കുന്നത് കേട്ടല്ലോ. ഓക്കെ, രണ്ടാമത് സെക്കൻഡ് 9.85 ആണ്. 9.85 ഉണ്ട്, 9.87 ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള CGPA വന്നേക്കുന്നത്. ഇത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ലുള്ള ട്രിവാൻഡ്രം. ഇത് പിന്നെയും നമ്മുടെ TKMൽ നിന്നാണ് കേട്ടോ. ഇതൊക്കെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സിവിലുണ്ട്, അങ്ങനെയുള്ള ബ്രാഞ്ചിൽ നിന്നുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചും ക്ലിയറായി. ഇനി നമ്മുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജ് മീൻസ് ഏറ്റവും ടോപ്പ് കോളേജ് പാസ് പെർസെൻറ്റേജിൽ വന്നേക്കുന്നത് എല്ലാവരുടെയും ഇഷ്ടം ആയിട്ടുള്ള കോളേജ് CET തന്നെയാണ്. അവിടെ നമുക്ക് ഏറ്റവും ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ 88.34% ഉണ്ട്.
എന്ന് പറഞ്ഞാൽ വെറും 100-ൽ 12 പേരെ ഫെയിലായുള്ളൂ എന്നർത്ഥം. 88, 89 ആൾക്കാരും പാസ്സാകുന്നുണ്ട്. ക്ലിയർ? അതാണ് ഒരുവിധം നല്ലത്. ഞാൻ ഇതെല്ലാം നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അതിനെക്കുറിച്ചുള്ള വീഡിയോ വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ പാസ്സാകുന്നതിൻ്റെ ക്വാളിറ്റി, മീൻസ് ഇപ്പോൾ 50% പാസ്സായി, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ 99% പാസ്സായി അല്ലയോ, ഭയങ്കര 99.9, അതിൻ്റെ ക്വാളിറ്റിയും ഈ 50 ഇത് ഏതൊക്കെയാണ് നല്ലത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ വരും. എല്ലാവരും ഫോളോ ചെയ്തോണം. നിങ്ങൾക്ക് വേണ്ട മാക്സിമം കാര്യങ്ങൾ ഏറ്റവും നല്ലതായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് പ്രയോജനപ്പെടമാകുന്ന രീതികൾ, അല്ല ചുമ്മാതെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെല്ലാം മറ്റുള്ളവരെ റേറ്റ് ചെയ്യാൻ അറിയാവുന്നവരാണ്. അല്ലാതെ ഞാൻ ചുമ്മാ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സർട്ടിഫൈ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതാ എല്ലാവർക്കും ഇപ്പോൾ അത്രയ്ക്ക് എല്ലാവരും ആൾക്കാർക്ക് അറിയാവുന്നൊരു കാലഘട്ടം. അപ്പം നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യം സെലക്ട് ചെയ്ത് പറയുക എന്നുള്ളതാണ്. സമയം കളയാനുമില്ല. എല്ലാം വേണ്ടപ്പെട്ട സമയമാണ് നിങ്ങളിപ്പോൾ ചിലവഴിക്കുന്ന എല്ലാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് ഇതായിട്ടുള്ളത് CET ആണ്. സെക്കൻഡ് വന്നേക്കുന്നത് തൃശ്ശൂരുള്ളതാണ് കേട്ടോ. GV നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ വന്നേക്കുന്നത് 76 പോയിൻ്റാണ്. ഒറ്റയടിക്ക് താഴോട്ടങ്ങ് പോയി കേട്ടോ. അത് നോക്കണം കേട്ടോ. 88 നിന്ന് 76 ആയിപ്പോയി സെക്കൻഡ്. തേർഡ് വന്നേക്കുന്നത് അതും കറക്റ്റ് ചെറിയൊരു വ്യത്യാസത്തിലാണ്. TKM കോളേജാണ് വന്നേക്കുന്നത് 76.59. അപ്പോൾ ഇവ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. TKMഉം നമ്മുടെ തൃശ്ശൂരുള്ള കോളേജും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ BArchന് പാസ് പെർസെൻറ്റേജ് 71.28 കേട്ടോ ആർക്കിടെക്റ്റിന്. അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കുന്നത് 92.5 ഇൻഡിവിജ്വലായിട്ടുള്ള കോളേജ്. അപ്പം ടോട്ടൽ പാസ് പെർസെൻറ്റേജ് ഫോർ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ 71.28 ആണ്. അതിനുള്ളിൽ ഏറ്റവും ഇൻഡിവിജ്വലായിട്ടുള്ള കോളേജ് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. 92.5 ഉണ്ട് ആർക്കിടെക്റ്റ്. നല്ലൊരു സെപ്പറേറ്റ് ആയിട്ടൊരു കോഴ്സാണ്. എല്ലാവർക്കും ഒന്നും പോയിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ അതിനോടൊരു ഇഷ്ടമൊക്കെ വേണം. അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ, അതും ഭയങ്കരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. 26 കോളേജസ്, ഈ 128 കോളേജിൽ 26 കോളേജസിൽ 25% താഴെയാണ് പാസ് പെർസെൻറ്റേജ്. എന്ന് പറഞ്ഞാൽ 100-ൽ 25 പേര് പോലും ജയിക്കുന്നില്ല എന്നർത്ഥം. 20 അതേതാ? അപ്പം നിങ്ങൾ അത് ഞാനങ്ങാണ് അവിടെ ചെന്ന് വെട്ടാനുള്ള കാര്യമില്ലേ, അതറിയണം. ഞാൻ അത് പിന്നെ പറ്റുകയാണെങ്കിൽ ഞാനത് പബ്ലിഷ് ചെയ്യാം. നിങ്ങളല്ലെങ്കിൽ നെറ്റ് നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പോൾ 26 കോളേജസിൽ 25% താഴെയാണ് പാസ്. എന്ന് പറഞ്ഞാൽ 100-ൽ 25 പേര് പോലും ജയിക്കുന്നില്ല. 75 പേരും ഗുഡ് ബൈ പറഞ്ഞ് വീട്ടിൽ പോവാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് മറ്റൊരു ഇവിടെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. ഒരു കോളേജിൽ ആരും ജയിച്ചിട്ടില്ല കേട്ടോ. എന്ത് ചെയ്യാനാ, ഒരാൾ പോലും ജയിച്ചിട്ടില്ലാത്ത ഒരു കോളേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമില്ലയോ? അത്രയും പേര് അവിടെ ചെന്ന് ഭരിച്ച് എന്തിനാണെന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരിക്കും. ഓക്കെ, എന്തായാലും സംഭവിച്ചു പോയി അത്. അപ്പോൾ ഈ അങ്ങനെ ഒരു കോളേജിൻ്റെയും ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് 6 കോളേജിൽ, അതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ്, 6 കോളേജിൽ 10% താഴെയാണ് വിജയ ശതമാനം കേട്ടോ. അതൊന്ന് നോക്കിക്കേ, 10% താഴെ വിജയിച്ച കോളേജസുകളുടെ എണ്ണം 6 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഇതൊക്കെ ഏത് കോളേജാണ്, ഇല്ല ഇതൊക്കെ എവിടെ കിടക്കുന്നു നമ്മൾ പോലും അറിയാം. നമ്മളിതൊന്നും നോക്കിയല്ല ഒരു കോളേജിൽ പോകുന്നു, നമുക്ക് അറിയത്തുമില്ല. പക്ഷെ ഇതൊക്കെ അറിയാതെ പോയി ചെന്ന് പെട്ടാൽ എന്തായാലും അവിടുത്തെ ഒരു ഫെസിലിറ്റിയൊക്കെ നമുക്ക് എന്താണെന്ന് അറിയില്ല, കുറവായിരിക്കും. എന്താണെന്നറിയില്ല, ഇങ്ങനെ പിള്ളേർ തോക്കുന്നതിൻ്റെ അതിന് അവിടെ എല്ലാം കൂടെ ചെന്ന് തോക്കുന്നവരെ നേരത്തെ അവർ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ അപ്പോൾ 10%, 100-ൽ 10 പേര് പോലും ജയിക്കുന്നില്ല, 90 പേരും തോക്കുന്നു. അപ്പോൾ ആ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതും ഒക്കെയുള്ള രീതി നോക്കിയാൽ, അതിൻ്റെ ആംബിയൻസ് നോക്കിക്കുക, അതിൻ്റെ രീതി എന്തോ ഉണ്ടാവുക. എനിക്കൊന്നും അങ്ങോട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് എന്ത് പറയണമെന്നുള്ളതാണ്. നെക്സ്റ്റ് 50 കോളേജിൽ, അതൊരു വലിയൊരു ഡേറ്റയാണ് കേട്ടോ. 50 കോളേജിൽ 15% താഴെയാണ് വിജയ ശതമാനം. മീൻസ് 100-ൽ 15 പേര് പോലും ജയിക്കാത്ത 50 കോളേജസ് ഉണ്ട് ഈ 128 എണ്ണത്തിൽ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു വലിയൊരു കാര്യം. നമ്മളെല്ലാം ഇപ്പം നിങ്ങളെല്ലാവരും എൻജിനീയറിംഗ് പഠിക്കാൻ പോവുക. ഈ പറഞ്ഞ ഈ സ്ഥാപനങ്ങളിലൊക്കെ എവിടെയാണ് പോകുന്നത്? അവിടുത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടായി കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ കോളേജുകളെ നമുക്ക് ആരെയൊന്നും പറയുന്നില്ല, ഏത് കോളേജാണോ നല്ല മോശം ഒന്നുമില്ല, നമുക്കറിയാം, ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊരു ഡേറ്റയാണ് കേട്ടോ, പച്ചയായ ഡേറ്റയാണ്, റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ 50% മീൻസ് 50 കോളേജസുകൾ വെറും 15% താഴെയുള്ള വിജയമേ വരുന്നുള്ളൂ. പിന്നെ ഉള്ളത് 70% മുകളിലുള്ളവർ,
കേട്ടോ. എബോ 70% മുകളിൽ ജയിച്ചവർ കോളേജസ് ഉണ്ട് മോനെ 15. ഓ ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏതാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ആദ്യം പോയി അങ്ങ് അഡ്മിഷൻ എടുത്ത് ഇത് പൈസ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ. വീട്ടുകാരെല്ലാം ശ്രദ്ധിക്കുന്ന, കാരണം എങ്ങനെയൊന്നും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ പാസ്സായി പൊക്കോളുമല്ലോ, ഒരു ഉറപ്പുണ്ട് അല്ലേ. ഇവിടെ കാണൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ശരിയാണ്, ഭയങ്കരമായിട്ടുള്ളൊരു ആശങ്കയാണ്, ഒരു വിഷമമാണ്. ഇതിപ്പോൾ ഏതാണെന്ന് അറിയാത്തതിൻ്റെ പേരിലുണ്ട്. ഓക്കെ, അത് നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് മറ്റൊരു ഡേറ്റ, 80% മുകളിൽ ഉള്ളത് 2 കോളേജസുകൾ എന്നാണ് പറയുന്നത് കേട്ടോ. 80% മുകളിലുള്ള 2 കോളേജസ് ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷം 2023 80% മുകളിലുള്ളത് ഏകദേശം 7 കോളേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 2 കോളേജായിട്ട് കുറഞ്ഞു. ഓ എന്തൊരു ചേഞ്ച് ആയിരിക്കും അല്ലയോ. ഭയങ്കര റേറ്റ് ഓഫ് ചേഞ്ച് വളരെ മോശം. ഓക്കെ, അപ്പോൾ അതൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 2ൽ നിന്നും 7ൽ നിന്ന് 2 കുറഞ്ഞു. നമ്മൾ പെർസെൻറ്റേജും കുറഞ്ഞായിരുന്നു, 56 53 ആയിട്ട് കുറഞ്ഞു ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നിങ്ങളെ ഒന്ന് എത്തിക്കുക എന്നുള്ളത്. വളരെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണമെന്നേ പറയുന്നുള്ളൂ. ഇല്ലെങ്കിൽ പോകണ്ട, അത്രേ ഉള്ളൂ. ചുമ്മാതെ അവിടെ പോയിട്ട് ഈ 4 വർഷത്തിൽ കോഴ്സ്, അപ്പം നമുക്ക് 4 വർഷവും പോവും, 4 ലക്ഷത്തിൽ കൂടുതലും പോവും. ഓക്കെ, 4 വർഷം 4 ലക്ഷം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു, കാരണം ഇതിനകത്ത് പഠിക്കാനുള്ള, നിങ്ങളൊരു എഞ്ചിനീയറായി നിങ്ങളെ പാസ്സാക്കി വിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ജോലി കിട്ടുണ്ടായോ. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്കില്ലുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാനുള്ള എക്സാംസിന് കിട്ടുന്ന മാർഗ്ഗമായി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കതുണ്ടെങ്കിൽ ഇത് പോകും, കാരണം ഇല്ലെങ്കിൽ വീട്ടുകാർക്ക് നഷ്ടം, നിങ്ങൾക്കും നഷ്ടം, പിന്നെ ഒന്നിനും പോകാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലൂടെ നമ്മുടെ മൈൻഡ് മാറും. അപ്പം അതുകൊണ്ട് പോകുന്നെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഒരു തീരുമാനം എടുത്തേ പോകാവുള്ളൂ. പഠിക്കാനുള്ളത് ഒട്ടുമേ കുറവില്ല, അടിപൊളിയായിട്ട് പഠിച്ചെങ്കിൽ പ്രയോജനമുള്ളൂ. കാരണം നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ എഞ്ചിനീയറിംഗ് നടത്ത് നമ്മുടെ ജോലി കിട്ടാൻ വേണ്ടി പോകുന്നത്, പല സ്റ്റേറ്റുകളിലും പഠിക്കുന്നുണ്ടല്ലോ ഒത്തിരി കുട്ടികൾ. അപ്പോൾ അവരുമായിട്ട് മാറ്റിവെക്കേണ്ടായി ഒരു നമ്മുടെ ഒരു ജോലിക്ക് എത്തുമ്പോൾ. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ളൊരു കഴിവ് വേണ്ടായി. അപ്പം നമ്മൾ ചുമ്മാതെ പോയി പാസ്സാക്കി വിട്ടിട്ടും ഗവൺമെൻറ്റിന് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ കേരളത്തിലെ ഈ ജോലി, കേരളത്തിലല്ല എല്ലാവരും ജോലി ചെയ്യാൻ പോകുന്നത്, പലയിടത്തും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്നവരും പലയിടത്തും നിന്നുള്ളവരാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് മത്സരത്തിൽ ജയിച്ചെങ്കിലേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിച്ച് എടുക്കേണ്ടതാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പച്ചയായിട്ടുള്ള ഡേറ്റയാണ് തന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക, വേണമെങ്കിൽ എഴുതിയെടുക്കുക, കോളേജിനെയൊക്കെ സെലക്ട് ചെയ്യുക, എന്നൊക്കെയുള്ള ജോലി ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ സെഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത സെഷനുമായിട്ട് എത്തും. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം നിങ്ങളോട്ട് ഉടൻ തന്നെ എത്തിക്കുക, ഏറ്റവും നല്ലതായിട്ട് എത്തിക്കുക, ഏറ്റവും വിശ്വാസകരമായിട്ട് എത്തിക്കുക. ഇതെല്ലാം നമ്മൾ അതിന് വേണ്ടി ഒന്ന് റിസർച്ച് നടത്തി മാക്സിമം ഡേറ്റ കളക്ട് ചെയ്തിട്ട് എത്തിക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് അടുത്ത കോഴ്സിന് വേണ്ടി സെലക്ഷൻ നടത്തുക. ഇനി എഞ്ചിനീയറിംഗ് മാത്രമല്ല നല്ല കോഴ്സെന്ന് വിചാരിക്കുക, അല്ല മറ്റുള്ള കോഴ്സുകളൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഏത് കോഴ്സിന് പോയാലും അവിടെ ഏറ്റവും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് ആ കോഴ്സിൻ്റെ പ്രാധാന്യം അറിയുന്നത്. ഗുഡ് ബൈ.